ഓക്കെ. ഡൽഹിയിൽ ആരാകും പുതിയ മുഖ്യമന്ത്രി? പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്ര കഴിഞ്ഞ് എത്തിയാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. നീണ്ട 27 വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ BJP അധികാരത്തിലേക്ക് വരുന്നത്. 15 വർഷം കോൺഗ്രസും 10 വർഷം ആം ആദ്മി പാർട്ടിയുമായിരുന്നു ഡൽഹിയിൽ ഈ അടുത്ത കാലത്തായിട്ട് തൊട്ടു മുമ്പ് ഭരിച്ചിരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം പല വാർത്തകളുണ്ടായിരുന്നു. പ്രമുഖരായ MP-മാരെ മുഖ്യമന്ത്രി ആക്കുമെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിലെ ചിലർ പറയുന്നത് പുറത്തുനിന്നുള്ള ആളുകളെ അല്ലെങ്കിൽ നിയമസഭാ അംഗമല്ലാത്ത ആളുകളെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യത കുറവാണ്, പകരം MLA-മാരെ തന്നെ മുഖ്യമന്ത്രിയാക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകും, അതേപോലെ തന്നെ വനിതകൾക്കും പട്ടികജാതിക്കാർ, OBC-ക്കാർ, ബ്രാഹ്മണർ, ബനിയ വിഭാഗക്കാർ എല്ലാവർക്കും പ്രാതിനിധ്യം ഉണ്ടാവും. അതേപോലെ തന്നെ പഞ്ചാബികൾ, പൂർവാഞ്ജലികൾ ഇവർക്കും പ്രാതിനിധ്യം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു മന്ത്രിസഭയായിരിക്കും. വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവും. ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു മന്ത്രിസഭയായിരിക്കും ഡൽഹിയിൽ വരിക എന്നാണ് പൊതുവെ പറയുന്നത്. BJPയിലെ ചില സോഴ്സുകൾ പറയും യുവ നേതാവായ ആശിഷ് സൂദിനെ മുഖ്യമന്ത്രിയാക്കും എന്ന സൂചനകളുമുണ്ട്. ഇതിന് ഉപോൽപരമായിട്ട് പറയുന്നത് 60 വയസ്സിന് താഴെയുള്ള ആളുകളെ മാത്രമേ മുഖ്യമന്ത്രിയാക്കാവൂ എന്നുള്ളതാണ് RSS നേതൃത്വവുമായുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ പ്രധാനമായും ആശിഷ് സൂദിനെ, ഇപ്പൊ BJP ഡൽഹിയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഗോവയിലെ പ്രഭാരിയായിട്ടുള്ള ആശിഷ് സൂദ് മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ മഹിളാ നേതാക്കളായ രേഖ ഗുപ്ത, ശിഖ റോയ് തുടങ്ങിയവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്.